എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, +2 ഹയർ സെക്കൻഡറി സേ ഓർ ഇംപ്രൂവ്മെൻറ്റ്, അതുപോലെ തന്നെ അതായത് +1 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ്, അതുപോലെ തന്നെ +2 സേ എക്സാമിനേഷൻ, അതുപോലെ തന്നെ +1 +2 റെഗുലർ, അതുപോലെ +1 +2 റെഗുലർ കമ്പാർട്ട്മെൻറ്റൽ, അതുപോലെ തന്നെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ, സ്കോൾ കേരള എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് +1 +2 ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളും, അതുപോലെ തന്നെ +1 +2 പരീക്ഷ ജയിക്കാനായിട്ട് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളും ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന അവസരം നാളെയാണ്. അതായത് നവംബർ 28-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. അതായത് 600 രൂപ സൂപ്പർ ഫൈനോട് കൂടിയുള്ള, അതായത് ഫീസും അതിനോടൊപ്പം 600 രൂപ എക്സ്ട്രാ ഈ ഒരു സൂപ്പർ ഫൈനായിട്ട് നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നാളെ വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട്. അത് നിങ്ങൾ അവസാനമായിട്ട് ഏത് സ്കൂളിലാണോ നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിലാണ് ഈ ഒരു അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ വരെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. ഇനി ഈ ഒരു ഡേറ്റ് നീട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നാളെ തന്നെ പോയിട്ട് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കുക. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് അവസരം നീട്ടിയാലും ഈ ഒരു 600 രൂപ സൂപ്പർ ഫൈന് അതിൻ്റെ കൂടെ നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നാളെ തന്നെ നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു അപേക്ഷാ ഡേറ്റിൽ എന്തെങ്കിലും ഇനി നീട്ടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം വരികയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് DHSC പോർട്ടൽ വഴി ആ ഒരു ഡീറ്റെയിൽസുകൾ അറിയാൻ സാധിക്കും. DHSC പോർട്ടൽ എന്ന് പറയുന്നത് dhsckerala.gov.in എന്ന ഈ ഒരു വെബ്സൈറ്റാണ്. അതായത് www.dhsckerala.gov.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഈ ഒരു, അതായത് എന്തെങ്കിലും ഈ ഒരു എക്സാമിൻ്റെ ഡേറ്റ് നീട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ചുള്ള സർക്കുലറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഈ ഒരു ഡേറ്റ് നീട്ടുകയാണെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഡെയിലി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എക്സാമിനേഷൻ ഭാഗത്ത് ഈ ഒരു വെബ്സൈറ്റിൽ ആ ഒരു എക്സാമിനേഷൻ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം, അതായത് ഈ ഒരു ഡേറ്റ് നീട്ടുകയോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാനുള്ള ഒരു അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നാളെ വൈകുന്നേരത്തിനുള്ളിലായിട്ട് നിങ്ങളുടെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷ സമർപ്പിക്കാനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഫോമാണ്. ഈ ഒരു ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു, അതായത് PDF ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത ശേഷം നിങ്ങളത് ഫില്ല് ചെയ്ത് സ്കൂളിൽ നൽകുകയാണ് ചെയ്യേണ്ടത്. സ്കൂളിൽ നൽകുന്ന സമയത്ത് ഇതിനോടൊപ്പം ഈ ഒരു നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീസ് വരുന്നത് ആ ഒരു ഫീസും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ, അതായത് ഈ ഒരു സൂപ്പർ ഫൈൻ, അതായത് 600 രൂപ പിഴ കൂടി നിങ്ങൾ അടക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് നാളെ വരെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. ആദ്യം തന്നെ വേണ്ടത് വിദ്യാർത്ഥികളുടെ ഒരു ഫോട്ടോയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോ, അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു, നിങ്ങൾ ആദ്യമായിട്ട് +1 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അതല്ല നിങ്ങൾ ഈ ഒരു +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ അല്ലെങ്കിൽ +1 സേ പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് മുൻപ് നിങ്ങൾ പരീക്ഷ എഴുതിയപ്പോൾ നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റ് ലഭിച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു മാർക്ക് ലിസ്റ്റാണ് വിദ്യാർത്ഥികൾ അതായത് എടുക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിങ്ങളുടെ ഈ ഒരു +1 പരീക്ഷയുടെ ആ ഒരു മാർക്ക് ഷീറ്റാണ് +1 ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ +1 സേ പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ വേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു +2 ഈ ഒരു പബ്ലിക് എക്സാമിനേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു +2 അതായത് +2 പബ്ലിക് എക്സാമിനേഷൻ ആദ്യമായിട്ട് എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഈ ഒരു +1ൻ്റെ മാർക്ക് ലിസ്റ്റാണ് വേണ്ടത്, അതിൻ്റെ കോപ്പിയാണ് വേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിലാണ് ഈ ഒരു +1 അല്ലെങ്കിൽ +2 പരീക്ഷ എഴുതുന്നത്. അതായത് +2 അല്ലെങ്കിൽ +1 തോറ്റ ശേഷം ഓൾറെഡി +2 പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടും ജയിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് ഈ ഒരു +2 കമ്പാർട്ട്മെൻറ്റൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ +1 കമ്പാർട്ട്മെൻറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് വർഷത്തെ സബ്ജക്റ്റാണോ തോറ്റുള്ളത് ആ ഒരു സബ്ജക്റ്റ് മാത്രമാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഒരു വിദ്യാർത്ഥി ഒരു സബ്ജക്റ്റിൻ്റെ ഇത് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ +1 പരീക്ഷയ്ക്കും അതുപോലെ +2 പരീക്ഷയ്ക്കും നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണത്തിന് +1ൽ ഫിസിക്സും കെമിസ്ട്രിയും +2ൽ ബയോളജി മാത്സുമാണ് തോറ്റിട്ടുള്ളതെങ്കിൽ ഈ ഒരു 4 സബ്ജക്റ്റുകളും ഒരുമിച്ചാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഒരുമിച്ച് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ആകെ വരുന്ന ഫീസ് ഒരു സബ്ജക്റ്റിന് 225 രൂപയാണ് വരിക. ഇതിനോടൊപ്പം 80 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് വരിക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഒരു വർഷത്തെ ഫീസ് 225 രൂപ അടക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ +1 പരീക്ഷയ്ക്കും +2 പരീക്ഷയുടെയും ആ ഒരു സബ്ജക്റ്റിന് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യപ്പെടുകയും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ആ ഒരു പരീക്ഷ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് 2 വർഷത്തെയും രജിസ്ട്രേഷൻ ചെയ്യപ്പെടും എങ്കിലും നിങ്ങൾ ഏത് വർഷത്തെ പരീക്ഷയാണോ തോറ്റുള്ളത്, അത് +1ലെ സബ്ജക്റ്റ് ആയിരുന്നോ തോറ്റത്, +2ലേതാണോ തോറ്റുള്ളത്, ഏത് വർഷത്തേതാണ് തോറ്റുള്ളത് ആ ഒരു വർഷത്തെ മാത്രം എഴുതിയാൽ മതി. നേരത്തെ പറഞ്ഞതുപോലെ ഫിസിക്സും കെമിസ്ട്രിയും +1ലേതാണ് തോറ്റതെങ്കിൽ +1 പരീക്ഷയുടെ ഫിസിക്സും കെമിസ്ട്രിയും എഴുതുക, അതിൻ്റെ +2 പരീക്ഷ എഴുതേണ്ടതില്ല. അതുപോലെ തന്നെ +2ൽ ബയോളജി മാത്സുമാണ് തോറ്റുള്ളതെങ്കിൽ ആ ഒരു +2ലെ ഈ ഒരു
ബയോളജിയും ഈ ഒരു അതായത് മാത്സും എഴുതിയാൽ മതി. +1 ബയോളജി മാത്സും പരീക്ഷ അറ്റൻഡ് ചെയ്യേണ്ടതില്ല. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ എക്സാമിനേഷൻ എഴുതേണ്ടത്. അതായത് ഏത് വർഷത്തെ സബ്ജക്റ്റാണോ നിങ്ങൾ ഫെയിൽഡ് ആയിട്ടുണ്ടായിരുന്നത് ആ ഒരു വർഷത്തെ പരീക്ഷയാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷ എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് അതായത് അതിൻ്റെ മാർക്ക് ഷീറ്റ് കിട്ടുന്ന സമയത്ത് അവിടെ നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണ് ഹാജരാവാതിരുന്നത് അവിടെ ആബ്സെൻറ്റ് എന്നുള്ളതാണ് ഉണ്ടാകും. അത് ഏത് ഇയറിലെ പരീക്ഷയ്ക്കാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത ശേഷം അതായത് 2 വർഷത്തേക്കുള്ള അതായത് +1 +2 രജിസ്ട്രേഷൻ ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ +1 മാത്രമാണ് തോറ്റതെങ്കിൽ അത് മാത്രം +1 സബ്ജക്റ്റ് മാത്രം എഴുതുകയും +2 പരീക്ഷ അവിടെ ആ ഒരു സബ്ജക്റ്റിൻ്റേത് ആബ്സെൻ്റ് ആവുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ ആ ഒരു ഫുൾ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കമ്പൈൻ ചെയ്യാനായിട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ജയിച്ച മാർക്കുകൾ മാത്രം ഉൾപ്പെടുത്തി പുതിയൊരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫോം നിങ്ങൾക്ക് വളരെയധികം സിമ്പിളായിട്ട് തന്നെ ഫില്ല് ചെയ്യാവുന്നതാണ്. അത് ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ തന്നെ സിമ്പിളായിട്ട് ഫില്ല് ചെയ്യാനുള്ള ഭാഗം മാത്രമേ ഉള്ളൂ. ആദ്യം നിങ്ങളുടെ എക്സാമിൻ്റെ ആ ഒരു പേരും അതുപോലെ തന്നെ ഏത് ഇയറിലാണ് അതായത് +1 +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പബ്ലിക് എക്സാമിനേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഏത് കമ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ +1 +2 കമ്പാർട്ട്മെൻറ്റൽ എക്സാമിനേഷൻ മാർച്ച് 2025 എന്ന് എഴുതിയാൽ മതി. അതുപോലെ തന്നെ സെൻറ്റർ നമ്പർ ആൻഡ് നെയിം നിങ്ങൾക്കറിയില്ലെങ്കിൽ സ്കൂളിൽ ചോദിച്ചാൽ മതി. കാരണം ആ ഒരു എക്സാം സെൻറ്ററിൻ്റെ പേരും ആ സ്കൂളിൻ്റെ പേരും അതുപോലെ തന്നെ സ്കൂളിൻ്റെ കോഡുമാണ് ചോദിക്കുന്നത്. അടുത്തത് മൂന്നാമത്തെ സ്ട്രീം ഓഫ് സ്റ്റഡിയാണ്. അപ്പോൾ സ്ട്രീം ഓഫ് സ്റ്റഡി എന്നുള്ളിടത്ത് നിങ്ങൾ ഒരു ഹയർ സെക്കൻഡറി ആണെങ്കിൽ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ആണെങ്കിൽ വൊക്കേഷണൽ, ടെക്നിക്കൽ ആണെങ്കിൽ ടെക്നിക്കൽ ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയിട്ട് അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഓഫ് സ്റ്റഡി എന്നുള്ള ഭാഗത്ത് സയൻസ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, കൊമേഴ്സ് ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രൂപ്പാണോ എന്നുള്ളതനുസരിച്ച് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കാറ്റഗറി ചോദിക്കുന്നുണ്ട്. സ്കൂൾ ഗോയിങ് ആണെങ്കിൽ ഓൾറെഡി +1 +2 ആദ്യമായിട്ട് എഴുതുന്ന വിദ്യാർത്ഥികളായിരിക്കും. അതുപോലെ തന്നെ സ്കോൾ കേരള ആണെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആയിരിക്കും. കമ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ +2 +1 ഇതിലേതെങ്കിലുമൊക്കെ തോറ്റിട്ട് ഇപ്പോൾ ജയിക്കാൻ വേണ്ടി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളായിരിക്കും. അതാണ് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം എന്ന് പറയുന്നത്. ലാറ്ററൽ എൻട്രി ആണെങ്കിൽ മറ്റു വിഭാഗത്തിലുള്ളതാണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ കാറ്റഗറിയോ അതർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതോ ആണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സ്കീം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്കീം എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അത് ന്യൂ സ്കീമാണോ ഓൾഡ് സ്കീമാണോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഏത് സ്കീമാണോ സെലക്ട് ചെയ്യുന്നത് അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുക. ഇത് നിങ്ങൾക്ക് ഏത് സ്കീമാണെന്ന് അറിയില്ലെങ്കിൽ സ്കൂളിൽ ചോദിച്ചാൽ മതി. അതുപോലെ തന്നെ അടുത്തതായിട്ട് നിങ്ങളുടെ പേര് ഇവിടെ എഴുതാനായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് നിങ്ങളുടെ പേര് ഇവിടെ എഴുതുക. അത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. അതുപോലെ നിങ്ങളുടെ ഇനീഷ്യൽ കൂടി ചേർക്കണം. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ എഴുതുക. അതുപോലെ തന്നെ നിങ്ങൾ മെയിലാണോ ഫീമെയിലാണോ ട്രാൻസ്ജെൻഡർ ആണോ ഏതാണെന്നതനുസരിച്ച് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ റിലീജിയൻ ആൻഡ് കാസ്റ്റ് ചോദിക്കുന്നുണ്ട്. SC ST ആണോ, OC ആണോ, OBC ആണോ, അതർ ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് അതനുസരിച്ച് ടിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫോട്ടോ ടിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഏത് വർഷമാണ് SSLC പാസ്സായിട്ടുണ്ടായിരുന്നത്, അതുപോലെ ഏത് മാസമാണ്, ഏത് രജിസ്ട്രേഷൻ നമ്പറാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങളുടെ മന്ത് ഏത് മാസമാണ്, ഏത് ഇയറിലാണ്, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ നമ്പർ എത്രയാണെന്നുള്ളതാണ്. അടുത്തത് നിങ്ങളുടെ അഡ്മിഷൻ നമ്പർ അല്ലെങ്കിൽ സ്കോൾ കേരള നമ്പർ അല്ലെങ്കിൽ KSLMA നമ്പർ ഇതിലേതാണ് നിങ്ങൾക്ക് അറിയാവുന്നത് അത് എഴുതുക. അതറിയില്ലെങ്കിൽ സ്കൂളിൽ ചോദിച്ചാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും അവസാനമായിട്ട് പബ്ലിക് എക്സാമിനേഷൻ എഴുതിയിട്ടുള്ളത് എപ്പോഴാണെന്നാണ് ചോദിക്കുന്നത്. അത് ഏത് മാസമാണ്, ഏത് വർഷമാണ്, ഏത് രജിസ്ട്രേഷൻ നമ്പറിലാണ് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പരീക്ഷ എഴുതുന്നത് എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ +1 +2 എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങളാണോ എഴുതുന്നത് അതിൻ്റെ പേര് നിങ്ങൾ എഴുതുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഫിസിക്സ് മാത്രമല്ല നിങ്ങൾ ഈ ഒരു കെമിസ്ട്രി +1 +2 കൂടി എഴുതുന്നുണ്ട് എങ്കിൽ കൂടി നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി എന്നിങ്ങനെ 2 ആ ഒരു സബ്ജക്റ്റിൻ്റെ പേര് മാത്രമേ എഴുതേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ പാർട്ട് 1 ഇംഗ്ലീഷാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ പാർട്ട് 2 ആണെങ്കിൽ അവിടെ സെക്കൻഡ് ലാംഗ്വേജ് ആണ്. പാർട്ട് 3 ബാക്കി സബ്ജക്റ്റുകളുടെ പേര് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ ഏത് വിഷയമാണോ എഴുതുന്നത് അതനുസരിച്ച് ആ ഒരു വിഷയം നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ പേര് എഴുതുക. അതിനുശേഷം നിങ്ങൾ അത് മലയാളത്തിലാണോ അതിൻ്റെ തിയറി പാർട്ട്, അതായത് ഈ ഒരു തിയറി പാർട്ട് നിങ്ങൾക്ക് മലയാളത്തിൽ അല്ലെങ്കിൽ തമിഴ്, കന്നഡയിലൊക്കെ എഴുതാൻ പറ്റും. നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണോ അതനുസരിച്ച് നിങ്ങൾ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ടുള്ളത് ഇവിടെ നിങ്ങൾ ഈ ഒരു ഡീറ്റെയിൽസ് ഓഫ് പ്രീവിയസ് അപ്പിയറൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മുൻപ് ഈ ഒരു പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഏറ്റവും അവസാനം എഴുതിയിട്ടുള്ള പരീക്ഷയുടെ മാർക്ക് ഡീറ്റെയിൽസ് ആണ് ഇവിടെ എഴുതേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ പാർട്ട് 1 ഇംഗ്ലീഷ്, പാർട്ട് 2 സെക്കൻഡ് ലാംഗ്വേജ്, പാർട്ട് 3 ബാക്കിയുള്ള സബ്ജക്റ്റുകളാണ്. അതുപോലെ തന്നെ ഇതിൽ എലിജിബിൾ ആണോ നോട്ട് എലിജിബിൾ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ അനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക. എലിജിബിൾ എന്ന് പറഞ്ഞാൽ ജയിച്ചിട്ടുണ്ട്, നോട്ട് എലിജിബിൾ ആണെങ്കിൽ ഫെയിൽഡ് ആണ് എന്നുള്ളതാണ്. നിങ്ങൾ ഓൾറെഡി ഫെയിൽഡ് ആയിട്ടുള്ളത് കൊണ്ടായിരിക്കും നിങ്ങൾ ഈ ഒരു പരീക്ഷ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അവിടെ നോട്ട് എലിജിബിൾ എന്നുള്ളതാണ് എഴുതേണ്ടത്. ഗ്രേഡ് ഡി ഗ്രേഡ് ആയിരിക്കും ജയിക്കാത്ത സബ്ജക്റ്റ് ആണെങ്കിൽ. +1 വിദ്യാർത്ഥികളാണെങ്കിൽ 16ാമത്തെ ആ ഒരു ഭാഗം ഫില്ല് ചെയ്യേണ്ടതില്ല. +1 ഇംപ്രൂവ്മെൻറ്റ് എഴുതുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു ഭാഗം ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തത് ഫീ ഡീറ്റെയിൽസ് ആണ്. അത് പ്രത്യേകിച്ച് നിങ്ങളൊന്നും ഫില്ല് ചെയ്യേണ്ടതില്ല, അത് സ്കൂളിൽ നിന്ന് ഫില്ല് ചെയ്യുന്നതാണ്. അടുത്തതായിട്ടുള്ളത് നിങ്ങൾ SC ST ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വല്ല ആനുകൂല്യവും നേടുന്നുണ്ടോ, എഡ്യൂക്കേഷൻ കൺസെഷൻ നേടുന്നുണ്ടോ എന്നാണ്. ഉണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ SC ST OBC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണോ അല്ലെങ്കിൽ സെക്കൻഡ് ടൈം ആണോ ഈ ഒരു പബ്ലിക് എക്സാമിനേഷൻ എഴുതുന്നത്, +1 +2 ആദ്യമായിട്ടാണോ എന്നാണ് ചോദിക്കുന്നത്. അല്ല എങ്കിൽ നിങ്ങൾ നോ എന്നുള്ളത് എഴുതുക. അത് നോ എന്നല്ല സെക്കൻഡ് എന്നുള്ളത് എഴുതുക. അതുപോലെ തന്നെ ഈ സെക്കൻഡ് എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ ഇത് കണ്ടിന്യൂസ് പീരീഡ് ആയിട്ടുള്ള 2 years ആണ്. അതായത് +1 പഠിച്ച ശേഷം +2 പഠിച്ച് പരീക്ഷ എഴുതുന്നതാണോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ നിലവിൽ ഇപ്പോൾ +1 +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ യെസ് എന്നും, അതുപോലെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ നോ എന്നുള്ളതും ടിക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പേരും അതുപോലെ സിഗ്നേച്ചറുമാണ് ഇവിടെ ഇടേണ്ടതായിട്ടുള്ളത്. അതിനുശേഷം വിദ്യാർത്ഥികൾ ഇവിടെ നിങ്ങളുടെ അതായത്
നിങ്ങളുടെ സിഗ്നേച്ചറാണ് ഇടേണ്ടത്. അതായത് നിങ്ങളുടെ നെയിം ആൻഡ് സിഗ്നേച്ചർ ഓഫ് ദ പാരൻറ്റ് ഓർ ഗാർഡിയൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ആരും നിങ്ങളുടെ പേരും സിഗ്നേച്ചറും അതിനുശേഷം നിങ്ങളുടെ പാരൻറ്റിൻ്റെ പേരും സിഗ്നേച്ചറുമാണ് ഇടേണ്ടത്. അപ്പോൾ ഇത്ര മാത്രമാണ് ഈ ഒരു ഫോം ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്ത ശേഷം നിങ്ങൾ നാളെ വൈകുന്നേരത്തിനുള്ളിലായിട്ട് നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിന് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുക. അതായത് ഏത് സ്കൂളിലാണോ നിങ്ങൾ അവസാനമായിട്ട് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തത്. ഇപ്പോൾ പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്കൊരു എക്സാം സെൻറ്റർ ഓൾറെഡി നിങ്ങൾക്ക് പ്രൊജക്റ്റും അസൈൻമെൻ്റ് ഒക്കെ കൊടുക്കാനായിട്ട് ഒരു സ്കൂളുണ്ടാകും. അത് ഗവൺമെൻറ് സ്കൂളായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു എയ്ഡഡ് സ്കൂളായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ഏത് സ്കൂളാണോ നിങ്ങളുടെ എക്സാം സെൻറ്റർ ആ ഒരു സ്കൂളിലാണ് ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് നൽകേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.